ലോലൂസ് എക്സ്പ്ലോറേഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഇന്നും നമ്മളൊരു യാത്രയിലാണ്. ഈ തവണത്തെ നമ്മുടെ യാത്ര ജർമ്മനിക്കുള്ളിൽ തന്നെയുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ബ്ലാക്ക് ഫോറസ്റ്റ്. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച്. പക്ഷേ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വേറൊരു സംഭവമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. നമ്മളുടെ നാട്ടിൽ ബർത്ത്ഡേക്കൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കേക്കാണത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇന്നലെ ഏകദേശം നല്ല വൈകിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ മെയിൻ ഏരിയയിൽ നിന്ന് ഏകദേശം ഒരു 10-18-20 കിലോമീറ്ററോളം അകലെയുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കാണാം, ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലമാണ് ഇതാ കാണുന്നത്. അവിടുത്തെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ടോ, ആകെപ്പാടെ 3-4 ഗസ്റ്റിന് മാത്രമാണ്, അതെന്ന് വെച്ചാൽ 3-4 റൂംസ് മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു കാട് പോലത്തെ സ്ഥലം തന്നെയാണ്. അതെ, ഇത് ഞങ്ങൾ പെട്ടെന്ന് ഹറി ബറി ആയിട്ടുള്ളൊരു പ്ലാനിങ്ങും അതേപോലെ തന്നെ സ്റ്റേ ബുക്ക് ചെയ്യലും എല്ലാം ആയിരുന്നു. പക്ഷേ സ്റ്റേ എല്ലാം അടിപൊളിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശവും അതേപോലെ തന്നെ ഒരു ഫാം തൊട്ടടുത്തുണ്ട്. അതുകൊണ്ട് നല്ല വ്യൂവും പക്ഷികളുടെ സൗണ്ടും ഇതെല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ പെട്ടെന്നാണ് ഇതൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം എടുത്തിട്ട് പാക്ക് ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ എനിക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ ബ്രഷ് കൊണ്ടുവന്നിട്ടില്ല, ബ്രഷും പേസ്റ്റും കൊണ്ടുവന്നിട്ടില്ല, പല്ല് തേക്കാനായിട്ട് ബ്രഷും പേസ്റ്റും ഇല്ല. പിന്നെ എങ്ങനെയൊക്കെയോ വിൻഡോസൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വായിൽ അത്യാവശ്യമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോന്നു. ഒരു ചെറിയ കാര്യം പറയാൻ കേട്ടോ, സാധാരണ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ ഞാനത് സ്ഥിരമായിട്ട് അങ്ങനെ ശരിക്കും നോക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഈ തവണ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര പെട്ടെന്ന് നമ്മൾ ബുക്ക് ചെയ്തു, തലേ ദിവസം തന്നെ ബുക്ക് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ ട്രാവൽ ചെയ്യാണ് ചെയ്തത്. അപ്പോൾ സമയമൊന്നും ഉണ്ടായിരുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തവണ നമുക്ക് അങ്ങനെ കുറച്ച് അബദ്ധങ്ങളൊക്കെ പറ്റി. പാസ്പോർട്ട് എടുക്കാൻ വരെ ഞങ്ങൾ മറന്നു പോയിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോയി എടുക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും പാസ്പോർട്ടിനൊക്കെ വരുന്നതല്ല ബ്രഷും പേസ്റ്റും ഒന്നും. അപ്പോൾ ഏകദേശം ഞങ്ങൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി അടുത്ത 1-2 വീഡിയോസിൽ നമ്മൾ കാണാൻ പോകുന്നത് ഷ്വാർസ്വാൾഡിലെ കാഴ്ചകളും അതേപോലെ കുക്കു ക്ലോക്കിൻ്റെ വിശേഷങ്ങളും എല്ലാമാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാ? ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ ഷ്വാർസ്വാൾഡിൻ്റെ, അതായത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ആ മെയിൻ ആയിട്ടുള്ള ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ചക്ര പറഞ്ഞ പോലെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വേൾഡിലെ തന്നെ ഗിന്നസ് ബുക്കിൽ കയറിയിട്ടുള്ള വേൾഡിലെ ഏറ്റവും വലിയ കുക്കു ക്ലോക്കുള്ള സ്ഥലം ഷ്വാർസ്വാൾഡിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോകും. അതുപോലെ തന്നെ നമുക്ക് ഷ്വാർസ്വാൾഡ് കുഹെ, നമ്മളുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടുത്തെ വർഷം നമുക്ക് കാണാം, നമുക്ക് ടേസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടെ മറ്റ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് 2-3 ദിവസമാണ് നമ്മൾ ആപ്പാടെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ തവണത്തെ ക്ലൈമറ്റും അത്ര അല്ല എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ എത്രമാത്രം സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ള അറിയത്തില്ല. എന്തായാലും നമുക്ക് 1-2 അല്ലെങ്കിൽ 2-3 വീഡിയോസ് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. ഷ്വാർസ്വാൾഡർ അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റിലെ ട്രിബർഗ് എന്ന് പറയുന്ന ടൗണിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 4 കാര്യങ്ങൾ ചെയ്യാം. ഒന്നാമത്തെ വെച്ചാൽ ഷ്വാർസ്വാൾഡ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഒറിജിൻ, അതായത് ഇവിടെ നിന്നാണ് ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും, ഒറിജിനൽ വേർഷൻ ഓഫ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും വലിയ കുക്കു ക്ലോക്ക്, അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറിയിട്ടുള്ള ഏറ്റവും വലിയ കുക്കു ക്ലോക്കിൻ്റെ സ്ഥലം കൂടിയാണിത്. അപ്പോൾ നമുക്ക് അത് കാണാനായിട്ട് പറ്റും, അതിൻ്റെ കാഴ്ചകളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ജർമ്മനിയിലെ ഏറ്റവും ഹോഹസ്റ്റ് മീൻസ് ഏറ്റവും ഹൈറ്റുള്ള വാട്ടർഫോൾ ഇവിടെയാണ്. ട്രിബർഗ് വാട്ടർഫോൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അത് വിസിറ്റ് ചെയ്യാൻ പറ്റും. മറ്റൊരു കാര്യം, ഇവിടുത്തെ ഈ സിറ്റി ട്രിബർഗ് ടൗൺ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈ
ഈ ടൗണിൻ്റെ കാഴ്ചകളും നമുക്ക് ഒരുപാട് ആസ്വദിക്കാവുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ട്രിബർഗ് ടൗണിൻ്റെ കാഴ്ചകളും അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ടേസ്റ്റിങ്ങും പിന്നെ നമ്മുടെ വലിയ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ കുക്കു ക്ലോക്കിൻ്റെ അടുത്തേക്കുമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോവാം. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കഴിക്കാൻ പോകുന്ന കഫേയാണ് ഈ കഫേ അട്ലർ എന്നാണ് ആ കഫേയുടെ പേര്. അപ്പോൾ അവിടെ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കിട്ടും എന്നാണ് അവിടെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയായിരിക്കും ടേസ്റ്റ് എന്നും എല്ലാം എങ്ങനെയൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് ആ കഫേയിൽ പോയി നോക്കാം. Original Schwarzwälder Kirschtorte, das gibt nur im Schwarzwald, ganz original. Die Original wird gemacht mit Sahne, mit Kirsche, mit Kirschwasser und der Schokoboden. Und der Kirschwasser sehr viel. Ohne viele Kirschwasser geht nicht. Schmeckt nicht. അപ്പോൾ നമ്മളിത് ഈ 2 ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് പീസസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ഹോം മെയ്ഡ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്സ് ആണിത്. അപ്പോൾ ഇവിടുത്തെ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ചോക്ലേറ്റ് ലെയറുകൾ, അതിൻ്റെ ഇടയിൽ ഇവരുടെ സ്പെഷ്യലായിട്ടുള്ള ഫ്രഷ് ക്രീം, പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയാണ്, ഈ ചെറീസാണ്, അതായത് റെഡ് കളറുള്ള ചെറീസാണ് ഇതിൻ്റെ ഇടയിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ കുറിച്ച് ഒരുപാട് സ്റ്റോറീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്ലാക്ക് ഫോറസ്റ്റിൽ അതായത് ന്യൂലി മാരീഡ് ആയിട്ടുള്ള കപ്പിൾസ് ഒരുപാട് പുതിയ പുതിയ ചെറി മരങ്ങൾ നടും. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന ചെറികൾ പറിച്ചിട്ടാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഇടയിൽ, അതായത് ആ ചെറി ഫില്ല് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ ഒരു കഥ. വേറെയും കഥകളുണ്ട്, പക്ഷേ ഈ കഥയാണ് മെയിനായിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ നോക്കി വെച്ചിട്ട് എനിക്കിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റണില്ല. കാരണം നമ്മളെപ്പോഴും ബർത്ത്ഡേസിനും എല്ലാത്തിനും നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മുറിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഈ ഒറിജിനൽ ടേസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിക്കാം. എന്തായാലും കഴിക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് അതായത് ഒറിജിനൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ കിർഷ് വാസർ എന്ന് പറഞ്ഞാൽ ചെറി വാട്ടർ, ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു തരം സ്പെഷ്യൽ ചെറി വാട്ടർ ഉണ്ട്. അപ്പോൾ ആ ചെറി വാട്ടറാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നതെന്നാണ് അവർ പറയണത്. അപ്പോൾ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ആ ആൽക്കഹോളിൻ്റെ ഫ്ലേവർ നല്ല എന്താ പറയുക, നമ്മളുടെ ഈ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പടിയും കൂടെ മുകളിലുള്ള ഒരു ടൈപ്പ് ചെറിയുടെ ഒരു ടേസ്റ്റ് നല്ല ഫ്ലേവറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് ആൽക്കഹോൾ വെർഷൻ എടുക്കാനായിട്ടാണ്. ആൽക്കഹോൾ കഴിക്കില്ല അല്ലെങ്കിൽ തൊഴിലില്ല അങ്ങനെ പ്രശ്നമുള്ളവർക്ക് വിത്തൗട്ട് ആൽക്കഹോൾ കിട്ടും. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫ്രഷ് ക്രീം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് ആൽക്കഹോൾ ചേർത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതിന് വലിയ മധുരമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, മട്ടാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ചക്കര മതി, വീഡിയോ നിർത്തിക്കോ, ഞാൻ കഴിക്കാൻ പോവാം.
നമ്മൾ ഈ ട്രിബർഗ് സിറ്റി കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇവിടെ കാണുന്ന ഒരു സംഭവമാണിത്. ഇവിടെ ഒരു കുഞ്ഞൊരു വലിയ കുക്കു ക്ലോക്കാണിത്. അപ്പോൾ ഇതിൽ കൂടെ എപ്പോഴും ഒരാളിങ്ങനെ മുകളിലേക്ക് കയറുകയും താഴേക്ക് വരികയും ചെയ്തുകൊണ്ടിരിക്കും. നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടില്ലേ, മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ ചെറിയ കിളിവാതിൽ കൂടെ കുക്ക് വന്നിട്ട് സൗണ്ട് ഉണ്ടാക്കും. ഒപ്പം കുറച്ച് മ്യൂസിക്കുകളും ഉണ്ടാവും. അതോടൊപ്പം ആ മറ്റ് പാവകളൊക്കെ ഇതേപോലെ ഓരോ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. അതിൻ്റെ പുറത്ത് വേറൊരു കുക്കു ക്ലോക്കാണെന്ന് തോന്നുന്നല്ലേ കിടക്കുന്നത്. അതെ അതെ. അവൻ എങ്ങനെ കയറി പോണത്? അവിടെ വരെ കയറി പോകാൻ പറ്റുള്ളൂ, പിന്നെ താഴേക്ക് വരും. അത് എവിടെ പിടിച്ചാ കയറി പോണെന്ന് നോക്കിയേ. അതായത് അത് കയറി പോണത് കുക്കു ക്ലോക്കിന്റെ ആ മെക്കാനിക്കൽ കുക്കു ക്ലോക്കിന്റെ നമ്മളത് കീ കൊടുക്കുന്ന ആ സാധനമില്ലേ, ആ ചരട്, ആ വള്ളി, അതിന്റെ അകത്താണ് കയറി പോണത്. നോക്കണ്ട്. ഓ അപ്പോൾ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് യുവർ ചാനൽ, അല്ലേ? ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലോലൂസ് എക്സ്പ്ലോറേഷൻ സൈനിങ് ഓഫ്. ബൈ.